സ്കൂളിൽ അധികം പരീക്ഷകളിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല, മാത്രമല്ല പിന്നോക്കവും അധികം പോയിട്ടില്ല. പക്ഷേ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് ആദ്യം എഴുതുന്ന സമയത്ത് 2018 അറ്റംപ്റ്റ് നന്നായിട്ട് പരാജയപ്പെട്ടു. അതെനിക്ക് തോന്നുന്നു വലിയൊരു മെൻ്റൽ സ്ട്രെസ്സാണ് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ഞാൻ വളരെ റൂമടച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ ഞാൻ പോയി. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടുകാരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട്, ആ ഒരു എന്താണ് ഒരു 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 എനർജിയിൽ നിന്നാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. ആ 2 ശ്രമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, എന്തൊക്കെ വ്യത്യാസം വന്നു? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു എക്സാമിനെ പറ്റിയുള്ള ഒരു എസ്റ്റിമേഷൻ തന്നെ ഞാൻ മാറ്റി എന്നുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടേറിയ പരീക്ഷയാണെന്നും അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വളരെ സില്ലി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല എന്നുള്ള ആ ഒരു ഐഡിയ ഞാൻ മാറ്റിയെടുത്തു. അതാണ് ഒന്നാമത് ചെയ്തത്. 2018 അറ്റംപ്റ്റ് ഞാൻ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചുവെങ്കിലും മോക്ക് ടെസ്റ്റുകളൊന്നും ഞാൻ അധികം എഴുതിയിരുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചാലും പരീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മളത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. അപ്പോൾ അത് മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്നെ ഒരു വലിയ വ്യത്യാസം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടാക്കിയത്. 3, ആദ്യത്തെ അറ്റംപ്റ്റിൽ കൂടുതൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പഠിക്കാനുള്ള സമയം വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ്സുകളാണെങ്കിൽ പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷന് സമയം ഉണ്ടാവില്ല. പക്ഷെ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ ഞാൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്ത അതേ ക്ലാസ് നോട്ടുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ ഫുൾ ടൈം പ്രിപ്പറേഷന് വേണ്ടി തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സമയം എൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കിട്ടി. അപ്പോൾ ഈ 3 വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റിൽ നിന്ന് ഒരു സക്സസ്ഫുൾ അറ്റംപ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്നത്.